Meet the editors. ചോദ്യം ഇതാണ്, അതിരുവിട്ടു പാക് പരാമർശം. ബാലകൃഷ്ണൻ, മോദി ഗ്യാരണ്ടിയിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് രാജസ്ഥാനിലെ പ്രസംഗം, ഇൻഡോറിലെ പ്രസംഗം, മുസ്ലിം വിദ്വേഷം, സംവരണം, ഇൻഹെറിറ്റൻസ് ടാക്സ്, ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ പരാമർശവും കൂടി വരുന്നു. വോട്ട് ജിഹാദ് എന്ന പ്രസ്താവനയും വരുന്നു. അതിരുവിട്ടോ? നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. 190 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്നത് 5 ഘട്ട വോട്ടെടുപ്പാണ്. 353 സീറ്റുകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് നടക്കേണ്ടത്. ഈ 1ഉം 2ഉം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥിതി ഒട്ടും തന്നെ അനുകൂലമല്ല എന്നും സ്ഥിതി ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നും ആദ്യം തന്നെ ബോധ്യപ്പെട്ടത് BJPക്കും നരേന്ദ്രമോദിക്കുമാണ്. ഇത് ഈ വോട്ടെടുപ്പ് 2 ഘട്ട വോട്ടെടുപ്പിന് ശേഷം സംഭവിച്ചൊരു തിരിച്ചറിവൊന്നുമല്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ കാറ്റ് തങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമല്ല എന്ന ഉത്തമ ബോധ്യമുള്ള നരേന്ദ്രമോദിയും BJPയും ആദ്യം ഉണ്ടാക്കിയ ഫോൾസ് നറേറ്റീവാണ് ഈ 400 സീറ്റ് എന്ന് പറയുന്നത്. ഈ ഗോദയിൽ തോൽക്കാൻ പോകുന്നവർ വലിയ അഭ്യാസം കാണിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. ഞാനിപ്പോഴും ഈ BJP തോറ്റുപോകുമെന്ന് പറയുന്ന ഒരാളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല എന്നാണ് എൻ്റെ നിലപാട്. അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 അത് 2014 2019 ഏകപക്ഷീയമല്ല. ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ BJP ചെയ്തത് എന്താണ്? അവർക്ക് 303 സിറ്റിംഗ് MP മാരുണ്ട്. അതിൽ 101 സിറ്റിംഗ് MP മാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ലെന്നേ ഈ മത്സരത്തിൽ മത്സരിക്കാൻ. അതെന്തുകൊണ്ടാണ്? ഈ 101 MP മാർക്ക് സീറ്റ് കൊടുത്താൽ ഈ 101 പേരും തോറ്റുപോകുന്ന ഉറപ്പുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു ഫോൾസ് നറേറ്റീവ് ആയിരുന്നു. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളെ ഒരു മായിക പ്രപഞ്ചത്തിൽ കൊണ്ട് എത്തിച്ചിട്ട് ഇതാ ഞങ്ങൾക്കെല്ലാം കിട്ടാൻ പോകുന്നു, ഇനി നിങ്ങൾ മാറി നിൽക്കേണ്ട, ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തോളൂ എന്ന തരത്തിലൊരു പ്രചരണത്തിനാണ് ആദ്യം BJP നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചത്. അത് അമ്പേ പാളി. 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികളാണ് BJPയെ കാത്തിരിക്കുന്നതെന്ന് അവർക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത അരുൺ, 12 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഏകപക്ഷീയമായി വിജയം നേടുകയായിരുന്നു. 12 സംസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ 2019 BJPക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കിയത്. ഈ 12 സംസ്ഥാനങ്ങളിലൂടെയും ആകെ 320 സീറ്റുകളിൽ 278 സീറ്റുകളും BJPക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് എടുക്കാമല്ലോ. മധ്യപ്രദേശ് ആകെ സീറ്റ് 28 സീറ്റും BJPക്കാണ് കിട്ടിയത്, 1 സീറ്റ് കമൽനാഥിൻ്റെത്. അതേപോലെ രാജസ്ഥാൻ ആകെ സീറ്റ് 26 സീറ്റും രാജസ്ഥാനിൽ BJPക്കായിരുന്നു. ഗുജറാത്ത് ആകെ സീറ്റ് 26 സീറ്റും BJPക്കായിരുന്നു. ഹരിയാന ആകെ സീറ്റ് 10, ആ 10 സീറ്റും BJPക്കായിരുന്നു. ഡൽഹി 7 സീറ്റ്, ആ 7 സീറ്റും BJPക്കായിരുന്നു. ഛത്തീസ്ഗഡ് 11 സീറ്റ്, 10 സീറ്റും BJPക്കായിരുന്നു. മഹാരാഷ്ട്ര 48 സീറ്റ്, 41 സീറ്റും BJPക്കായിരുന്നു. ബീഹാർ 40 സീറ്റ്, 39 സീറ്റും BJPക്കായിരുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ ആകെയുള്ള 80 സീറ്റിൽ 62 സീറ്റ് BJPക്ക്, ഒപ്പമുണ്ടായിരുന്ന അപ്നാദളിന് 2 സീറ്റ്. അങ്ങനെ NDAക്ക് മൊത്തം 64 സീറ്റ്. ഇങ്ങനെ 12 സംസ്ഥാനങ്ങളിലെ ആകെയുള്ള 320 സീറ്റുകളിൽ 278 സീറ്റുകളും BJP ആർജിച്ചു എന്ന് പറയുമ്പോഴല്ലോ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞു. അതായത് ഈ രാജ്യത്ത് ആകെയുള്ളത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. അതിൽ പകുതി സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വേണ്ടി വന്നില്ല BJPക്ക് ഈ പറയുന്ന വലിയ നേട്ടമുണ്ടാക്കാൻ. ആ സാഹചര്യം ഇന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. മധ്യപ്രദേശ് ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ നേട്ടം അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ രാജസ്ഥാനിൽ എന്താ സ്ഥിതി? രജപുത്രന്മാർ വലിയ രീതിയിൽ എതിര് നിൽക്കുകയാണ് അവിടെ. അതൊരു വലിയ വോട്ട് ബാങ്കാണ്. അവിടെ കാറ്റ് മാറി വീശുന്നു എന്ന് BJPക്കും നരേന്ദ്രമോദിക്കും ഉത്തമ ബോധ്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായൊരു സഹതാപ തരംഗം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 48 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 41 സീറ്റ് എന്ന് പറയുന്നത് ആവർത്തിക്കാനേ കഴിയില്ല. ബീഹാറിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു ബിംബമാണ്. അവിടെ 40 സീറ്റുകളിൽ 39 സീറ്റ് എന്ന് പറയുന്ന വിജയം ആവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. രാജസ്ഥാനും ബീഹാറും മഹാരാഷ്ട്രയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഡൽഹിയും ഒക്കെ വലിയ തിരിച്ചടികൾ നേരിടാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് BJPക്ക് എന്ന് BJP നേതൃത്വത്തിന് നല്ല ഉറപ്പുണ്ട്. ഹരിയാനയിലെ സ്ഥിതി എന്താ? ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. അവിടെ കോൺഗ്രസ് ഒരു തിരിച്ചറിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ തങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പിന്തുണച്ചിരുന്ന 12 സംസ്ഥാനങ്ങളിലെ ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് ഉറപ്പായിരിക്കുന്നു, നരേന്ദ്രമോദിക്ക് ഉറപ്പായിരിക്കുന്നു. വിവിധ ഘടകങ്ങൾ BJPക്കെതിരായി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ആളുകൾ വോട്ട് ചെയ്യാൻ പുറത്തേക്ക് പോരുന്നില്ല. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല ഓൺലൈൻ മാഗസീനുകളും നടത്തിയിട്ടുള്ള സർവേകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒക്കെ എൻ ബ്ലോക്കായിട്ട് പോയിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും BJPയുടെ പ്രവർത്തകരെയും പിന്തുണയ്ക്കുന്നവരെയും അനുയായികളെയും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കഷ്ടപ്പെടുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും പ്രത്യാശയോ പ്രതീക്ഷയോ നൽകുന്ന ഒരു ഭരണമോ ഒരു വേവോ ഒരു തരംഗമോ ഒന്നും തന്നെ ഇക്കുറി നിലനിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ അർത്ഥത്തിൽ തങ്ങളുടെ വോട്ട് യഥാർത്ഥത്തിൽ പോൾ ചെയ്യപ്പെടുന്നില്ല എന്ന ആശങ്ക കൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുന്നു, രാവിലെ തന്നെ നമ്മുടെ പ്രവർത്തകരെ എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കണം, എന്നിട്ട് അവരുടെ വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കണം. നോക്കൂ, ഒരു പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ കാൻഡിഡേറ്റിനും കത്തെഴുതുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടില്ലേ? വ്യക്തിപരമായി അഭിസംബോധന ചെയ്ത് കത്തെഴുതുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഈ മുസ്ലിം വിരോധം ആളി കത്തിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് രക്ഷപ്പെടുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അവസാനത്തെ ആയുധമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രശ്നം കൂടി എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മാത്രമേ വെച്ചുണ്ടായിരുന്നുള്ളൂ. അതായത് 2014 ANTI-UPA തരംഗം വളരെ ശക്തമായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു രാജ്യത്തുടനീളം. ആ വികാരത്തിനൊപ്പം മോദി എന്നൊരു ബിംബം കൂടി ഉയർന്നു വരുമ്പോൾ മോദി വേവും അതുപോലെ തന്നെ ANTI-UPA വേവും കൂടി ചേർന്ന് സിംഗിൾ പാർട്ടി മെജോറിറ്റിയിലേക്ക് BJP എത്തി. 2019 ഒറ്റ മുദ്രാവാക്യം ബാലാക്കോട്ടിലേക്ക് അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൽ മോദി ജനങ്ങളെ അഭിസംബോധിക്കുന്നത്. നോക്കൂ, പാകിസ്ഥാനെതിരെ ശക്തമായ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ രാജ്യത്താകമാനമുണ്ടായിട്ടുള്ള ദേശഭക്തിയും ദേശവികാരവും ഉണ്ടല്ലോ, അതൊരു വലിയ കൊടുങ്കാറ്റായിരുന്നു. അങ്ങനെ മോദിയും വികാരവും ഒപ്പം ബാലാക്കോട്ട് വികാരവും കൂടി ചേർന്നപ്പോൾ 303 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് BJP എത്തി. NDA 340 കടന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു വികാരവുമില്ല, ഒരു തരംഗവുമില്ല എന്ന് ബോധ്യപ്പെട്ട മോദി ഇപ്പോൾ ഇതാ ഒരു പുതിയ മുദ്രാവാക്യമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്? പാകിസ്ഥാൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ കോൺഗ്രസ് വരണമെന്ന്. എന്തിനാണ് ഇവിടെ കോൺഗ്രസ് വരുന്നത്? കോൺഗ്രസ് വന്നാൽ മാത്രമേ ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. ഇന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമോ? അങ്ങേയറ്റം ദരിദ്രമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെത്. നിത്യനിദാന ചിലവുകൾക്ക് പൈസയില്ലാത്തൊരു രാഷ്ട്രമായിട്ട് അത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യത്തെ ചൂണ്ടിക്കാട്ടി ഇതൊരു വലിയ ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1971 മാത്രമാണ് ഒരു സമ്പൂർണ്ണ യുദ്ധം പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ളത്. അന്ന് ഇവിടെ ഈ BJP കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആ യുദ്ധം നയിച്ചതും ഏറ്റെടുത്തതും ഒക്കെ ഇന്ത്യൻ ജനത ഒന്നടങ്കം തന്നെയാണ്. അവിടെ ആ വലിയ യുദ്ധത്തിലെ ആ വലിയ വിജയം നേടിയതെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ ആ യുദ്ധത്തെ പ്രകീർത്തിക്കുകയോ ആ നേട്ടത്തെ ഉയർത്തി കാണിക്കുകയോ ഒന്നുമല്ല. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ. പക്ഷേ വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരും പാർട്ടിയുമൊക്കെ വേറെ പാർട്ടികളും വേറെ സർക്കാരുകളുമാണ്. അതുകൊണ്ട് അവരുടെ ഒന്നും ഈ പറയുന്ന രാജ്യഭക്തിയിലും രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലൊന്നും ഒരാശങ്കയും ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഈ പാകിസ്ഥാൻ വിരോധം പറയുന്നത് ഈ പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ആവനാഴിയിലുള്ള ഓരോരോ അമ്പുകളായിട്ടെടുത്ത് പ്രയോഗിക്കുകയാണ്. മോദി ഗ്യാരണ്ടി വർക്ക് ചെയ്തില്ല, മോദി തരംഗമില്ല, ഗ്ലോബൽ എക്കണോമിക് പവർ എന്ന് പറഞ്ഞ കാര്യം വർക്ക് ചെയ്യുന്നില്ല, തൊഴിലില്ലായ്മ പ്രശ്നമാകുന്നു, കാർഷിക പ്രതിസന്ധി പ്രശ്നമാകുന്നു, വിലക്കയറ്റം പ്രശ്നമാകുന്നു. അപ്പോൾ പിന്നെ മുസ്ലിം വിരോധം, അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്നൊരു ശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് ദേശഭക്തി എന്നൊരു വികാരം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെയൊന്നും ഈ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറെക്കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളെ മുൻകൂട്ടി ബോധ്യമുണ്ടായിരുന്ന BJPക്ക് അതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്നൊരു സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്, നരേന്ദ്രമോദി ഉള്ളത്. അതുകൊണ്ട് ഈ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇനി ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇനി എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഈ മുസ്ലിം വിരോധമല്ലാതെ ഈ പാകിസ്ഥാൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും ഒരു മുദ്രാവാക്യവുമില്ല. മോഡിയുടെ പ്രസംഗത്തിൽ മോഡി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ ഈ ആർട്ടിക്കിൾ 370 നടപ്പാക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. എന്തിനാണ് ഈ ആർട്ടിക്കിൾ 370 നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്? കാരണം വെച്ചാൽ ഇവരെ വിശ്വസിക്കരുത്. ഇവരെ വിശ്വസിച്ചാൽ ഇവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ്, വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലുള്ള പ്രചാരണത്തിനാണ് ഈ 370 എടുത്തു വെച്ചിരിക്കുന്നത് ഇന്ന്. അതുപോലെ തന്നെ CAA വിഷയം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണ് CAA വിഷയത്തിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞതെന്നറിയാവോ? നോക്കൂ, നമ്മുടെ ഈ പറയുന്ന ഭാരതീയ ധർമ്മത്തെ പിന്തുടരുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ പീഡിപ്പിക്കപ്പെടുകയും അവരൊക്കെ കൂട്ടപലായനം ചെയ്യുന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയം നൽകാനും നമ്മൾ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ കോൺഗ്രസ് വന്നിരിക്കുന്നു. അവരാർക്കാണ് എതിര്? ഭാരതീയ ധർമ്മത്തിനാണ് എതിര്. ഭാരതീയ ധർമ്മത്തിനാണ് എതിര് എന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ പക്ഷത്താണ് അവരുള്ളത്? അതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവർ മുഗളന്മാരുടെ ഈ പറയുന്ന മുഗളന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തിട്ട് ബാബറി മസ്ജിദ് ഉണ്ടാക്കിയ മുഗളന്മാർക്ക്
ശേഷം 500 വർഷങ്ങൾ ഇവർ നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ശേഷം എപ്പോഴാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായത്? BJP അധികാരത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഭാരതധർമ്മം പുനഃസ്ഥാപിച്ചതാരാണ്? BJP ആണ്. ഇവരാരുടെ പക്ഷത്താണ്? മുഗളന്മാരുടെ പക്ഷത്താണ്. ആരാണ് മുഗളന്മാർ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം രാജാക്കന്മാരാണ്. അപ്പോൾ അവരുടെ പക്ഷം മുസ്ലിം പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി മുസ്ലിം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനെ പുതിയ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനൊന്നും എവിടെയും ഇല്ല. പാകിസ്ഥാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സൈനിക ശക്തിയുമല്ല. പാകിസ്ഥാന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെ. അത്രയും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മോഡി തന്നെ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ്? ഭിക്ഷപാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ദുർബലരായ ഒരു രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അവരുടെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കും എന്നൊക്കെയുള്ള കപടമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമോ എന്നുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ് മോഡിയും BJPയും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രസംഗത്തെ ഈ അടിപതറിയ BJPയാണ് നമ്മൾ കാണുന്നത്, അടിപതറിയ നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, അപകടനില തരണം ചെയ്തോ? തരണം ചെയ്തോന്ന് വെച്ചാൽ അപകടനില കടന്നു. അല്ല, അതിരുവിടുന്നത് വെച്ചാൽ അതിരുവിടുന്നത് ആദ്യമല്ല, നേരത്തെയുണ്ട്. 2014 മൻമോഹൻ സിംഗിനെതിരെ പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് ഇലക്ഷൻ ശേഷം അത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഹാർ ഇലക്ഷൻ സമയത്ത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് മഹാഗഡ്ബന്ധൻ വിജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടിക്കുന്നു. ഇപ്പോൾ മോദി ഈ പരാമർശം നടത്താനിടയായ സാഹചര്യങ്ങൾ കുറച്ചു കാലമായി ഇപ്പോൾ പച്ചക്കള്ളമാണല്ലോ പ്രതിപക്ഷത്തിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ചൗധരി ഫവദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. അതാണല്ലോ ഇതിന് അടിസ്ഥാനം. അത് ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലെ പ്രസംഗം. മോദി സർക്കാർ പാകിസ്ഥാനിൽ കയറി ശത്രുക്കളെ കൊന്നു, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ ദുർബലമാകുന്നു. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി പാകിസ്ഥാൻ കരയുന്നു, പാകിസ്ഥാൻ കോൺഗ്രസിന് വേണ്ടി ദുവാ ചൊല്ലുകയാണ്. പാകിസ്ഥാനും കോൺഗ്രസ് തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. 2, കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ ബന്ധുവും സമാജ്വാദി പാർട്ടി നേതാവ് മരിയ ആലം UP-യിൽ നടത്തിയ പ്രസംഗമാണല്ലോ. അവിടെ ഇന്ത്യ സഖ്യം വോട്ട് ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അവർ പ്രസംഗിച്ചതാണ്, വോട്ട് ജിഹാദ് വേണം. ഇത് മദ്രസയിൽ പോയൊരു കുട്ടിയല്ല, വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു ആൾ പറയുന്ന പ്രസംഗമാണ്. ജിഹാദ് എന്ന വാക്ക് ഏതൊക്കെ രൂപത്തിൽ ആ അർത്ഥം മാറി കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് പ്രയോഗിക്കാൻ പാടുമോ എന്നുള്ളൊരു ഒരു പക്വത അവർ കാണിച്ചിട്ടില്ല. അത് സ്വാഭാവികമായി ഇവിടെ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ ഒരു നേതാവ് ഒരു വീഡിയോ ഷെയർ ചെയ്ത് പാകിസ്ഥാൻ്റെ നിലപാടെന്ന് വ്യാഖ്യാനിച്ച പാകിസ്ഥാനും കോൺഗ്രസ് തമ്മിൽ ബന്ധം എന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു. വോട്ട് ഉപയോഗിച്ചുള്ള വിശുദ്ധ യുദ്ധം മുസ്ലിങ്ങൾ നടത്തണം, കാരണം ഈ ഫാസിസ്റ്റ് സർക്കാർ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതാണ് മരിയം ആലത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടാണോ? അല്ല, ഇന്ത്യ സഖ്യം അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. BJP പകച്ചു പോയിരിക്കുന്നത് നമ്മൾ പല സമയങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ദിവസം മുതലാണ് ഈ തരത്തിലുള്ള പ്രസംഗങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇതിപ്പോൾ ഏപ്രിൽ 21-ാം തീയതി രാജസ്ഥാനിലെ ബെൻസ്വാഡയിലാണ് വിദ്വേഷ പ്രസംഗം ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം ഈ തരത്തിലുള്ള പ്രസംഗങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ താലിമാല തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, പിന്നാക്കാരുടെ സംവരണം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, പിന്നാക്ക കുടുംബത്തിൽ 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ അതൊന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ മുസ്ലിം എന്നാൽ പാകിസ്ഥാൻ എന്നാൽ ശത്രുരാജ്യവുമായി പ്രതിപക്ഷത്തിന് സഖ്യം. ഇതാ ഈ നരേഷനാണ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിരുന്നത്. ഇങ്ങനെ നുണ പറയാൻ കാരണം 2 ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക ഈ 3 ഇടങ്ങളിലും വലിയ തിരിച്ചടി നേടുമെന്നുള്ള ആശങ്ക BJPയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ വികസന നായകൻ എന്ന് പറഞ്ഞു, വിശ്വഗുരു എന്ന് പറഞ്ഞു. ഇപ്പോൾ 400 പാർ ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പുൽവാമയ്ക്ക് സമാനമായ എന്തെങ്കിലും സാഹചര്യം എടുത്തു കൊണ്ടുവരേണ്ടതുണ്ട്. രാജ്യസ്നേഹം എന്ന് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ ബെൻസ്വാഡ പ്രസംഗത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ എന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റിനാണല്ലോ. നഡ്ഡ എന്താണ് മറുപടി കൊടുത്തത് നമ്മൾ അറിഞ്ഞോ? നമുക്കറിയില്ലല്ലോ. അപ്പോൾ കൊടുത്തിട്ടില്ല, മറുപടി കൊടുത്തോ? ശരി, നീട്ടിക്കൊടുത്തു. അപ്പോൾ ഇതിനകം തന്നെ 27 പരാതികൾ 2019 ശേഷം 27 പരാതികൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഒരു നടപടി, എന്തെങ്കിലും ഒരു താക്കീത്, വേറെ ചിലർക്ക് താക്കീത് വന്നൊക്കെ നമുക്ക് 48 മണിക്കൂർ മാറ്റി നിർത്തുന്നു എന്നുള്ള സുർജേവാല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ മോദിക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇനി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദരിദ്ര രാജ്യമാണ്, നമ്മുടെ അയൽ രാജ്യമാണ്, നമ്മളിപ്പോൾ യുദ്ധത്തിലല്ല ആ രാജ്യവുമായിട്ട്. അപ്പോൾ എന്തിനാണ് ആ രാജ്യത്തെ ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വലിച്ചൊഴിക്കുന്നത്? മോദിക്ക് ഇഷ്ടപ്പെടാത്ത ചരിത്രം കൂടി ഈ BJPയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടല്ലോ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് ബസ്സിൽ പോയിട്ടുണ്ട്. അന്ന് അവിടെ എത്തി വാജ്പേയി പ്രസംഗിച്ചത് സമാധാനവും അഭിവൃദ്ധിയുമുള്ളതായ പാകിസ്ഥാൻ ഉണ്ടാകുന്നതാണ് ഇന്ത്യയുടെ താല്പര്യത്തിന് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് സാമാന്യ ബുദ്ധിയിലൊക്കെ ഇങ്ങനെയാണ് പ്രസംഗിക്കുക, വെറുപ്പല്ല പറയുക. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ വാജ്പേയി എന്തിനാണ് ദുർഗ എന്ന് വിളിച്ചത്? അത് പാകിസ്ഥാന്റെ സുഹൃത്താണ് കോൺഗ്രസ് എന്ന് പറയുന്നിടത്താണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ ദുർഗ എന്ന
ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്. അത് പാകിസ്ഥാനിലെ കിഴക്കൻ ബംഗാളിൽ കലാപമുണ്ടായപ്പോൾ പാകിസ്ഥാനെ വിഭജിച്ച് ഇന്ത്യയുടെ സൈനിക ഇടപെടലിലൂടെയാണ് വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായത്. അന്ന് ആ വീരാരാധനയിലാണ് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചത് വാജ്പേയിയാണ്. അപ്പോൾ ആ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ അന്ന് വെറുപ്പായിരുന്നില്ല പുറത്തേക്കെങ്കിലും കാണിച്ചിരുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ വെറുപ്പ് പറഞ്ഞ് വോട്ടാകുമോ എന്നുള്ള അവസാനവട്ട ശ്രമങ്ങൾ, ഈ ശ്രമം എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു നടപടി ഉണ്ടാവുകയില്ല. അപ്പോൾ അതിൽ വിട്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ, ഈ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പോളിംഗ് പെർസെൻറ്റേജിൽ വന്ന ഇടിവിൻ്റെ കണക്ക് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. ആ ഇടിവ് ആദ്യഘട്ടത്തിൽ 2019 അപേക്ഷിച്ച് 3.3% ഇടിവാണ് പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്നത്. 2019 ആദ്യഘട്ട പോളിംഗ് നടന്ന 102 മണ്ഡലങ്ങളിൽ 69.4 ആണെങ്കിൽ ഇപ്പോൾ അത് 66.1 ആണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. രണ്ടാം ഘട്ടത്തിലെ 88 സീറ്റുകളിൽ 2019 69.2 ആണെങ്കിൽ ഇപ്പോൾ അത് 66.7 ആണ്. അതായത് 2.5% കുറവ് വന്നിരിക്കുന്നു. എന്താണിത് വ്യക്തമാക്കുന്നത്? പോളിംഗ് ബൂത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം 2019 അപേക്ഷിച്ചോ 14 അപേക്ഷിച്ചോ എത്തുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട ആശങ്കയായി BJP മനസ്സിലാക്കിയിരിക്കുന്നു. 2019 BJPക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ 29 സീറ്റുകൾ, ആകെയുള്ള 129 സീറ്റുകളിൽ 29 സീറ്റുകൾ കിട്ടുമ്പോൾ അതിൽ 25 കൊടുത്ത കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ ഒരു വലിയ ബോംബായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 25 സീറ്റുകളിൽ 11 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ BJP ചുരുങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ അതിലും കുറവായിരിക്കും BJPയുടേത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കാരണം ഇനി 14 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. വേറൊരു കാര്യം കൂടെ, ബ്രിജ്ഭൂഷന്റെ ിൽ മത്സരിക്കുന്നത് കരൺ ഭൂഷണാണ്. അപ്പോൾ ബ്രിജ്ഭൂഷണിന്റെ മകനെ മത്സരിപ്പിച്ചുകൊണ്ട്, അതായത് ലൈംഗിക പീഡന കേസിൽ വളരെ ഗുരുതരമായ ആരോപണം നേരിട്ട് ഇന്ത്യയിലെ അഭിമാന താരങ്ങളായ അത്ലറ്റുകൾ പടപുരുതിയിട്ട് പോലും അവർക്ക് അനുകൂലമായൊരു നിലപാടെടുക്കാത്ത സർക്കാർ അതിലെ കുറ്റാരോപിതന്റെ മകന് കൈസർഗഞ്ച് മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരവും കൊടുത്തിരിക്കുന്നു കരൺ ഭൂഷണ്. മണിപ്പൂരിന്റെ വിഷയം, ബ്രിജ്ഭൂഷൺ വിഷയം, ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ബിൽക്കിസ് ബാനു വിഷയം അടക്കം, പ്രജ്വൽ രേവണ്ണ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രചരണത്തിൻ്റെ രീതി മാറ്റുകയാണ്. എങ്ങനെയാണ് ആ മാറ്റം വരുന്നത്? ഞാനതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്വേഷ പ്രചരണത്തിൻ്റെ ബാരോമീറ്ററിൽ സമ്മർദ്ദം പല ഘട്ടങ്ങളായി ഏറുന്നുവെന്നാണ്. കേരളത്തിൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, നരേന്ദ്രമോദി വരുമ്പോൾ നടത്തിയ പ്രസംഗത്തിൽ വിദ്വേഷ പ്രസംഗമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പകരം മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചു പറയുന്ന നരേന്ദ്രമോദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാരീശക്തിയെക്കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രിയായിരുന്നു കേരളത്തിൽ പ്രചരണം നടത്താൻ വരുന്നത്. രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും ആസാമിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി രാംലല്ലെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ച് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നു. അമിത്ഷായും രാംലല്ലെ എടുത്തു പറയുന്നു. അപ്പോഴും മുസ്ലിം വിദ്വേഷത്തിൻ്റെ പരാമർശം ഉണ്ടാവുന്നില്ല. അടുത്ത ഘട്ടം എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൈവിടുന്നു. CSDSന്റെ സർവേ പറയുന്നത് പ്രകാരം സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ നേരത്തെ ഉയർത്തിവിട്ടിരിക്കുന്ന മോദി ഗ്യാരണ്ടിയിലോ രാംലല്ലയിലോ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലോ വിശ്വസിക്കുന്നതേയില്ല. പകരം ഒരു സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിൽ രൂപപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മോദി ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഗിയറിലേക്ക് മാറ്റുന്നു. രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വളരെ ഗുരുതരമായ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു. അവരെ വിളിക്കുന്നത് തന്നെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഒപ്പം പെറ്റുകൂട്ടുന്ന വർഗ്ഗങ്ങളെന്ന് വിളിക്കുന്നു. അവർക്ക് വേണ്ടി സ്വത്ത് ഈ രാജ്യത്തിൻ്റെ നൽകുമെന്നും അതിനുവേണ്ടി നിങ്ങളുടെ താലിമാല മംഗല്യസൂത്രമടക്കം കൊണ്ടുപോകുമെന്നും നിങ്ങളുടെ കുട്ടികളുടെ സ്വത്ത് കൊണ്ടുപോകുമെന്നും പറയുന്നു. പിന്നീട് രാജസ്ഥാനിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ വീണ്ടും വിദ്വേഷ പ്രസംഗത്തിൻ്റെയും ഒരുപക്ഷെ അസത്യപ്രചരണത്തിൻ്റെയും രീതിയിലേക്ക് മാറുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സ് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമെന്നും ആ ഇൻഹെറിറ്റൻസ് ടാക്സിലൂടെ നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് സർക്കാർ ഏറ്റെടുക്കുമെന്നും പറയുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സ് അവസാനിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ് എന്നതുപോലും വിസ്മരിച്ചുകൊണ്ടുള്ള അസത്യപ്രചരണത്തിലേക്ക് വരുന്നു മധ്യപ്രദേശിൽ നിന്ന് വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഗുജറാത്തിലേക്ക് എത്തുമ്പോഴാണ് പാകിസ്ഥാൻ്റെ പരാമർശം ഉണ്ടാവുന്നതും വോട്ടു ജിഹാദിൻ്റെ പരാമർശം ഉണ്ടാവുന്നതും. അപ്പോൾ നോക്കൂ, കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ തുടങ്ങി ജനക്ഷേമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച് അതിനുശേഷം രാംലല്ലയിലേക്ക് പോയി അപരവിദ്വേഷത്തിലേക്ക് പോയി, വീണ്ടും അപരവിദ്വേഷവും സ്വത്തും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള വംശീയതയിലേക്ക് പോയി, വംശീയത കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. അവിടെയാണ് അതിർത്തിയിലെ അയൽ രാജ്യത്തിൻ്റെ പേരുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പരാമർശം നടത്തുന്നത്. അതിനുള്ള സാഹചര്യം എന്താണ്? നേരത്തെ
സൂചിപ്പിച്ചതുപോലെ ഈ ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഭവാൻ ഹുസൈൻ എന്ന് പറയുന്ന മന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ ഉണ്ട്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത്, രാഹുൽ ഓൺ ഫയർ എന്ന പേരിലാണ് ആ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ ആളുകൾ കരയുകയാണ്. എന്താണ് പറയുന്നതെന്ന് നോക്കൂ. കോൺഗ്രസ് ഈസ് ഡൈയിങ് ഹിയർ ആൻഡ് പാകിസ്ഥാൻ ഈസ് ക്രൈയിങ്. കോൺഗ്രസ് ഇവിടെ ഡൈ ചെയ്യുന്നു, പാകിസ്ഥാൻ അവിടെ കരയുന്നു. എന്നിട്ട് പറയുന്നു പാകിസ്ഥാൻ ലീഡേഴ്സ് വാണ്ട് ടു മേക്ക് ഷെഹ്സാദ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ. പാകിസ്ഥാൻ കോൺഗ്രസിലെ ഇന്ത്യൻ രാജകുമാരനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഷെഹ്സാദ എന്ന വാക്ക് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വാക്ക് ഉപയോഗിക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഘട്ടത്തിലെല്ലാം ആം ആദ്മി പാർട്ടിക്കും ഈ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഷെഹ്സാദയാണ്, പാകിസ്ഥാന്റെ രാജകുമാരനാണ് എന്ന തരത്തിലുള്ളൊരു നെറേറ്റീവ് മോദി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം, ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരംഗത്തിൻ്റെ സാധ്യതയില്ല എന്നത് തിരിച്ചറിയുന്നു. നോക്കൂ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു തരംഗമുണ്ടായിരുന്നു. ആ തരംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കൽ എന്ന് പറയുന്നത് ആൻറ്റി ഇൻകുംബൻസി ആയിരുന്നു. 2G സ്പെക്ട്രം, കൽക്കരി കുംഭകോണമടക്കം കുംഭകോണങ്ങളിൽപ്പെട്ടിരിക്കുന്ന UP2 സർക്കാരിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പരാമർശം മാത്രമല്ല, അവിടെ നരേന്ദ്രമോദിയെ വികാസ് പുരുഷനായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ് കി ബാർ മോദി സർക്കാർ എന്ന ക്യാമ്പയിൻ ശക്തമാകുന്നു. അത് 2014 വലിയ തരംഗമാവുന്നു. 2019 വരുമ്പോൾ ആൻറ്റി ഇൻകുംബൻസിക്ക് പകരം ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അഥവാ അതിദേശീയതയുടെ ഒരു തരംഗം കാണുന്നു. ബാലാക്കോട്ടും പുൽവാമയും സൃഷ്ടിക്കുന്ന ആ വലിയ വരുന്ന മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്, മോദി ഹേ തോ മുംകിൻ ഹേ എന്നുള്ളതാണ് രണ്ടാമത്തെ തരംഗത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എത്തുമ്പോൾ 2024 എത്തുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അബ് കി ബാർ മോദി സർക്കാർ എന്ന ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്നില്ല. എന്താണ് മോദിക്ക് ഗ്യാരണ്ടി? പക്ഷെ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതിനെ തെരുവിൽ ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി. എവിടെയാണ് മോദി താങ്കളുടെ ഗ്യാരണ്ടി? 15 ലക്ഷത്തിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? ഡീസലിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? പെട്രോളിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ്? ഗ്യാസിൻ്റെ ഗ്യാരണ്ടി? ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടുകൂടി അവിടെ നിന്നും പ്രചരണം വിദ്വേഷത്തിൻ്റെ പ്രചരണത്തിലേക്ക് മാറുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിലുടനീളം രാജസ്ഥാൻ മുതൽ ഇങ്ങോട്ട് വരെ നരേന്ദ്രമോദി പ്രയോഗിക്കുന്ന പ്രചരണത്തിനൊരു രീതിയുണ്ട്. ഞാനിതിനെ ഒരു പ്രചരണ വേല എന്ന രീതിയിലാണ് കാണുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക് നരേന്ദ്രമോദി യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നെയിം കാളിംഗ് എന്നുള്ളതാണ്. നെയിം കാളിംഗ് എന്നുള്ളൊരു പ്രചരണത്തിൻ്റെ വേല എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്ന അയാളെ നിങ്ങൾ ഇരട്ടപ്പേരിട്ട് വിളിക്കുക. ഇപ്പോൾ പാകിസ്ഥാൻ ഷെഹ്സാദ എന്നുള്ളത് പാകിസ്ഥാൻ്റെ രാജകുമാരൻ, പാകിസ്ഥാൻ ഒരു കോൺഗ്രസ് രാജകുമാരനെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു ഇരട്ടപ്പേരാണ്. അതുവഴി എന്ത് സംഭവിക്കും? ഗിൽട്ട് ബൈ അസോസിയേഷൻ. നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത ഒന്നിൻ്റെ പേര് ചേർത്ത് വിളിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കോളിംഗ്. ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവർക്ക് പകരം രാജ്യത്തുള്ള മുസ്ലിങ്ങളെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിളിക്കുമ്പോൾ അതൊരു നെയിം കോളിംഗ് ആണ്. പെറ്റുകൂട്ടുന്നവർ എന്നുള്ളത് മറ്റൊരു നെയിം കോളിംഗ് ആണ്. ഇത് പരിവാർവാദി എന്നുള്ളത് മറ്റൊരു നെയിം കോളിംഗ് ആണ്. ഇവർ കുടുംബ വാഴ്ചയിൽ വിശ്വസിക്കുന്നവരാണ്. മറുഭാഗത്ത് അജിത് പവാറിനെ കൂട്ടുന്നു, പ്രജ്വൽ രേവണ്ണയും യെദ്യൂരപ്പയുടെ മകനും മത്സരിക്കുന്നു. അത് പരിവാർവാദി അല്ലാതായിരിക്കുകയും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പരിവാർവാദി ആവുകയും ചെയ്ത ഒരു ടെക്നിക്. ഇതാണ് നെയിം കോളിംഗ് എന്ന ടെക്നിക്ക്. ഈ പ്രചരണത്തിൽ നരേന്ദ്രമോദി വളരെ വ്യാപകമായി ആദ്യഘട്ടത്തിനു ശേഷം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രചരണ വേല എന്ന് പറയുന്നത് വിദ്വേഷത്തിൻ്റെ പരാമർശത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കായി ഉപയോഗിക്കുന്നത്, നെയിം കോളിങ്ങിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നത് എന്താണ്, ഗിൽട്ട് ബൈ അസോസിയേഷൻ എന്നതുപോലെ തന്നെ ഈ ഫാൾസ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. വി ആർ 5, വി ഹാവ് 25. ഇത് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നതല്ല. 2002 ഗുജറാത്തിലെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ 5, നമുക്ക് 25 എന്നതാ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ തനിയാവർത്തനത്തിലേക്ക് പോകേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ബാരോമീറ്ററിൽ, വിദ്വേഷ പ്രസംഗത്തിൻ്റെ ബാരോമീറ്ററിൽ ആ വിദ്വേഷ പ്രചരണത്തിൻ്റെ തോതിങ്ങനെ കൂടുകയാണ്. രണ്ടാം ഘട്ടമായപ്പോൾ ഇത്ര, ഇനി മെയ് 7-ാം തീയതി നടക്കുന്ന 3-ാം ഘട്ടം കഴിയുമ്പോൾ ഈ ബാരോമീറ്റർ അടുത്ത ലെവൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കി നിൽക്കുന്നത്. തികച്ചും അനാരോഗ്യകരമായ ഒരു പ്രചരണത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിട്ടും ഒരാഴ്ച സമയം നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. തീർച്ചയായും അതിരുവിട്ടിരിക്കുന്നു പാക് പരാമർശം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. സുജയ.
പാകിസ്ഥാനെ കുറിച്ച് പൊടുന്നനെ നരേന്ദ്രമോദി പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാകിസ്ഥാനെ കുറിച്ച് പറയാനുള്ള അങ്ങനെ ഒരു റെഫറൻസ് പോയിന്റിലേക്ക് നരേന്ദ്രമോദി എത്താനുള്ള കൃത്യമായ റീസൺ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിശദമായി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു പോയതിൽ അതേക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗ വീഡിയോ, എഡിറ്റഡ് വീഡിയോയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ അത് എക്സിൽ പങ്കുവെക്കുന്നു. ആ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് രാഹുലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നലെ അത് പങ്കുവെച്ചതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 5:10 എക്സ് പ്ലാറ്റ്ഫോമിൽ ചൗധരി ഫവാദ് ഹുസൈൻ രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു റീട്വീറ്റായി ഇതിട്ടിരിക്കുന്നത്. ആ റീട്വീറ്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ കണ്ടന്റ് കൂടി നമ്മൾ എന്താണെന്ന് നോക്കണം. അതിൽ പരിഹസിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയാണ്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഡ്രാമ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുന്ന വീഡിയോ അത് റീകോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്തുകൊണ്ട് ചൗധരി ഫവാദ് ഹുസൈൻ അപലപിക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നതിനായാണ് രാഹുൽ ഓൺ ഫയർ. അതായത് പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ചൗധരി ഫവാദ് ഹുസൈൻ. അപ്പോൾ ആ ചൗധരി ഫവാദ് ഹുസൈന്റെ ആ പരാമർശത്തെ, ആ വീഡിയോയ്ക്ക് മുകളിലുള്ള രാഹുൽ ഓൺ ഫയറിനെ രാഹുൽ തീപ്പന്തമാണ് എന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. രാഹുൽ ഒരു തീക്കൊള്ളി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. രാഹുലിനെതിരെ പാകിസ്ഥാൻ ബന്ധം പറഞ്ഞുകൊണ്ട് പ്രചാരണം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിലേക്ക് നരേന്ദ്രമോദിക്ക് കടക്കുന്നതിനുള്ള വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഈ എക്സ് പോസ്റ്റ് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി നരേന്ദ്രമോദിക്ക് ആക്രമിക്കുന്നതിനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ടൂൾ അവിടെ കിട്ടുകയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തുള്ളവർ അത് ഉപയോഗിക്കും എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പിന്തുണയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പറയുകയാണ് വേണ്ടിയിരുന്നത്. ഇമ്രാൻഖാന്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്നു ഒരു മുൻ മന്ത്രിയുടെ ഇങ്ങനെ ഒരു പരാമർശത്തെ അത് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിക്കുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. നരേന്ദ്രമോദിയും കൂട്ടരും ഇത് ആയുധമാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറയണമായിരുന്നു, ഞാൻ ഫയറാണോ അതോ വാട്ടറാണോ എന്നൊന്നും നിങ്ങളല്ല പറയേണ്ടത്, അത് ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യക്കാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെ നിരാകരിക്കേണ്ടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ ചൗധരി ഫവാദ് ഹുസൈൻ വളരെ നിർദോഷകരമായിട്ട ഒറ്റ പോയിന്റ് അല്ലെങ്കിൽ ഒറ്റ ട്വീറ്റാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് വീണ്ടും അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലെ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയെ കുടുക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ കൃത്യമായി നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ ഒരു ഫ്രെയിം വർക്കിനുള്ളിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിക്കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് 2 ദിവസമായി പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്, ഈ ചൗധരി ഫവാദ് ഹുസൈനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. കോൺഗ്രസ് അതിനെ എൻഡോഴ്സ് ചെയ്യുകയല്ല, തള്ളിപ്പറയുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും നരേന്ദ്രമോദി അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇനി BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം മുത്തലാഖ് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് BJP ആണ് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുകയും ചെയ്യരുത്. നരേന്ദ്രമോദി ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സംവരണം, അത് SC/ST പിന്നോക്ക വിഭാഗങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സംവരണം അത് അവർക്ക് തന്നെ ആയിരിക്കും, അല്ലാതെ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ഞാൻ ചെറുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സംവരണം എടുത്തു കളയുമെന്നോ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന രീതിയെക്കുറിച്ചോ ഒന്നുമല്ല നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞ വാചകം അതാണ്. പിന്നെ കോൺഗ്രസിനെ എതിർക്കുന്നത് എവിടെയാണ്? മുസ്ലിങ്ങൾക്കുള്ള സംവരണം പിൻവാതിൽ വഴി നടപ്പാക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സമീപനത്തെ, കർണാടക അടക്കമുള്ള ഉദാഹരണങ്ങൾ പല പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിൻവാതിലിലൂടെയുള്ള മുസ്ലിം പ്രീണനത്തെയാണ് നരേന്ദ്രമോദി എതിർത്തിരിക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളെയല്ല. അത് കോൺഗ്രസിന്റെ ഒരു നിലപാടില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. അവിടെയും മുസ്ലിങ്ങളെയല്ല വിമർശിച്ചിരിക്കുന്നത്, കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് സെക്യൂർ ചെയ്യുകയും എന്നാൽ അവർക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ തുറന്നു കാട്ടുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി ഇനി ഗുജറാത്തിലെ ആനന്ദിൽ പറഞ്ഞത് എന്താണ് എന്നതുകൂടി നമ്മൾ കൃത്യമായി പറഞ്ഞു പോകണം. കോൺഗ്രസ് ഇവിടെ മരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കരയുകയാണ്. പാകിസ്ഥാൻ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അതിശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വാചകം എന്താണ്? കോൺഗ്രസ് പാകിസ്ഥാന്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പാണ് അടുത്ത ഘട്ടത്തിൽ പ്രചാരണത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് ഗുജറാത്തിലെ ആനന്ദിൽ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. അതായത് കോൺഗ്രസ് ആൻഡ് പാകിസ്ഥാൻ അവർ പാർട്ട്നേഴ്സ് ആണ്. അല്ലാത്ത പക്ഷം എന്തിന് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു മുൻ മന്ത്രി പോസ്റ്റ് ചെയ്യണം, തുടരെ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം? അത് മാധ്യമങ്ങളിൽ, പാക് മാധ്യമങ്ങളിലൊക്കെ വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് വാർത്തയാകണം എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വോട്ട് ജിഹാദ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ തലയിലൊന്നും ആരും കൊണ്ടുവെക്കേണ്ട. നരേന്ദ്രമോദി അല്ല വോട്ട് ജിഹാദ്
ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്. നരേന്ദ്രമോദി അല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ വലിയ സംഭവമായ സൽമാൻ ഖുർഷിദിന്റെ അനന്തരവൾ മരിയ ആലം ഖാൻ, അവരാണ് ഈ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തത്. ഈ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത മരിയ ആലം ഖാനെ ഇതുവരെ തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതും തെറ്റാണ്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാന്റെ മുൻ മന്ത്രിയുടെ പ്രശംസയെ തള്ളിപ്പറഞ്ഞില്ല. രണ്ടാമത്തേത്, മരിയ ആലം ഖാൻ എന്ന സമാജ്വാദി പാർട്ടി നേതാവ് പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിൽ മരിയ ആലം ഖാനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ തന്നെ കമ്മ്യൂണൽ ആക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കൃത്യമായ വർഗീയതയാണ്, അല്ലെങ്കിൽ വർഗീയ വിഭജനമാണ് മരിയ ആലം ഖാൻ പറഞ്ഞത്. അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും നരേന്ദ്രമോദി ഇതുവരെ നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി വലിയ വർഗീയവാദിയും മരിയ ആലം ഖാൻ ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അവരെ കുറിച്ച് തഴുകി വിടുകയും അവർ പറഞ്ഞതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണ് എന്ന് പറഞ്ഞു വിടുന്ന രീതിയിലുള്ള ന്യായീകരണം ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവർ പറഞ്ഞത് മുസ്ലിംസ് മസ്റ്റ് യുണൈറ്റ് ഫോർ വോട്ട് ജിഹാദ് എന്നാണ്. അതായത് വോട്ട് ജിഹാദിനായി, വോട്ട് കുരിശുദ്ധത്തിനായി തയ്യാറാകണം മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ഒൺലി വി ക്യാൻ ഡിഫീറ്റ് ദിസ് ഹിന്ദു ഗവൺമെന്റ്, ഈ ഹിന്ദു സർക്കാരിനെ തകർക്കാൻ നമ്മളെ കൊണ്ടേ കഴിയൂ, മുസ്ലിമിനെ കൊണ്ടേ കഴിയൂ. കൃത്യമായിട്ടുള്ള ഡിവൈഡാണ്. എന്തൊരു കമ്മ്യൂണൽ ഹേറ്റ്രഡ് ആണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ബോയ്ക്കോട്ട് മുസ്ലിംസ് ഹൂ സപ്പോർട്ട് ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ പുറന്തള്ളണമെന്നാണ് പറയുന്നത്, അവരെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പിന്നെ പ്രോ ബി.ജെ.പി ആയിട്ടുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പണിഷ് ചെയ്യണം. എന്താണ് ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ മരിയ ആലം ഖാൻ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവ് സൽമാൻ ഖുർഷിദിന്റെ നീസ്, മുൻ വിദേശകാര്യമന്ത്രിയാണെന്ന് ഓർക്കണം. അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉള്ള മരിയ ആലം ഖാൻ പറയുന്നതിനെ കുറിച്ച് ആർക്കും ചർച്ചയില്ല. പറഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ അതേക്കുറിച്ച് ചർച്ചയില്ല. നരേന്ദ്രമോദി ആണെങ്കിൽ അപ്പോൾ തന്നെ ചുവപ്പ് കൊടിയും പച്ചക്കൊടിയും നീലക്കൊടിയും മഞ്ഞക്കൊടിയും എല്ലാം ഒന്നിച്ചു പൊങ്ങും. എന്നിട്ട് നരേന്ദ്രമോദി അങ്ങ് വിമർശിക്കും. മരിയ ആലം ഖാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതെടുത്ത് തലയണക്കടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. അല്ലാതെ ആരും വിമർശിക്കാൻ പോകുന്നില്ല, ഒരു മാധ്യമവും ചർച്ചയാക്കത്തില്ല. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മൗനമായിരുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് മൗനമായിരുന്നു? വിമർശിക്കുകയാണെങ്കിൽ, വർഗീയതയെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അത് മരിയ ആലം ഖാൻ പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും തുറന്നെതിർക്കണം, ഒരുപോലെ തന്നെ വിമർശിക്കണം. ഇപ്പോൾ ഒരു റിലിജിയൻ അത് വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിസിഷൻ പോയിന്റായി മാറ്റുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് മരിയ ആലം ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് മുസ്ലിം സംവരണം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തിയേക്കും എന്നുള്ളത് ആവർത്തിച്ച് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടൂൾസും നരേന്ദ്രമോദി കിട്ടുകൊടുത്തത് ഒന്ന് മരിയ ആലം ഖാനാണ്, ഒന്ന് പാകിസ്ഥാനിലെ മുൻമന്ത്രിയാണ്. അത് രണ്ടും തള്ളിപ്പറയാത്ത കോൺഗ്രസ് ആണ്. കൃത്യമായ അവസരം ഉപയോഗിച്ചോളൂ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ട് എന്ത് കാര്യം? അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഇതിൽ ഖേദിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതിരുവിട്ട പാക് പരാമർശം നരേന്ദ്രമോദിയല്ല നടത്തിയത്, പാകിസ്ഥാൻ പറഞ്ഞതിനെ എതിർക്കാതിരുന്ന, നരേന്ദ്രമോദി പറയുന്നതിന് മുൻപ് തന്നെ അതിനെ തള്ളിപ്പറയാതിരുന്ന രാഹുൽ ഗാന്ധിയുടെ മൗനമാണ് ഇവിടെ കുറ്റകരം. മരിയ ആലം ഖാൻ എന്ന സൽമാൻ ഖുർഷിദിന്റെ നീസിനെ കുറിച്ച് തള്ളിപ്പറയുക പോയിട്ട് ഇന്നിപ്പോൾ അഖിലേഷ് യാദവ് എന്തോ ടങ് സ്ലിപ്പ് വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാക്കുപിഴയായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലല്ലോ മുസ്ലിംസ് മസ്റ്റ് യുണൈറ്റ് ഫോർ വോട്ട് ജിഹാദ്. ഇതെന്താ ഇങ്ങനെ മുസ്ലിങ്ങൾ മാത്രം കൂട്ടായി പോയി വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്ന രീതിയിലുള്ള ആഹ്വാനം നടത്തുന്നത്, കമ്മ്യൂണൽ അല്ലാതായി മാറുന്നത്, അത് ആരും കാണാതെ പോകുന്നത്? അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ അതിരുവിട്ട പരാമർശം നടത്തിയത് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ മരിയ ആലം ഖാനാണ്. സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി നടത്തുന്ന ഇങ്ങനെയുള്ള പരാമർശങ്ങളും കാണണം എന്നത് തന്നെയാണ്. ഈ പാക് പ്രധാനമന്ത്രി ചൗധരി ഫവാൻ ഹുസൈൻ എക്സിലിട്ട വീഡിയോയെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞില്ല എന്നൊരു വിമർശനം കേട്ടു. അത് രാഹുൽ ഗാന്ധി തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വിഷയം റേസ് ചെയ്യുന്നു. അത് രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തെ പാകിസ്ഥാൻ ഷെഹ്സാദ എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു രാജകുമാരൻ പാകിസ്ഥാന് വേണ്ടി ഇവിടെ അധികാരത്തിൽ വരണമെന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശകാര പേരിടിയിൽ എന്ന് പറഞ്ഞത്. സുജയ പറഞ്ഞതിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ബാക്കി ഒരു നിയമത്തിലും മോചിതനാകുന്ന ഭർത്താവിൻ്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ മാത്രം ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുന്നത്? അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ആ മുസ്ലിം ഭാര്യയ്ക്ക് പിന്നീട് ജീവനാംശം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഭർത്താവ് ജയിലിനുള്ളിലാക്കപ്പെടും. എങ്ങനെയത് മുസ്ലിം സ്ത്രീക്ക് സുരക്ഷയാവുക? മുത്തലാഖ് ചൊല്ലുന്നതിനെ അപ്പോൾ അങ്ങ് ന്യായീകരിക്കുകയാണോ? മുത്തലാഖ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ, എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, അപ്പോൾ ഈ 3 തവണ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ 3 തവണ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഹൂഎവർ ഇറ്റ് ഈസ്, 3 തവണ അങ്ങ് മൊഴി ചൊല്ലിയ ഒരു
ആയിക്കോട്ടെ, ആ മൊഴി ചൊല്ലി. മൊഴി ചൊല്ലി ഒരു സ്ത്രീയെ അങ്ങ് ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് നിയമപരമല്ല എന്ന് പറഞ്ഞാൽ പോരെ? എത്രമാത്രം ഒരാളുടെ ഭാഗത്തു നിന്നുള്ള നിയമപരമല്ല. കുറ്റകരമായ കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അതിലേക്ക് പോകാതിരിക്കുന്നതിനും കൂടി ഈ നിയമം വഴിവെക്കില്ലേ? അല്ലല്ല, നിയമപരമല്ല എന്ന് വിധിച്ചാൽ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. അതിനുശേഷം ക്രിമിനലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പല രീതിയിൽ വിവാഹമോചിതരാവുന്നവരുണ്ട്. ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പല അവാന്തര വിഭാഗങ്ങളിൽ. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രം ആ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ പിടിച്ച് ജയിലിലിടുകയാണ്. ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ ജയിലിടുന്ന എപ്പോഴാണ്? ആ സംഭവം നടക്കുമ്പോഴാണ്. അതായത് മുത്തലാഖ് ചൊല്ലുന്ന ആൾ, അതായത് കുറ്റകരമാണ്, ഇത് നിങ്ങൾ ക്രിമിനൽ ഇതിന് അകത്താകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നിട്ടും ചെയ്യുന്ന ആളെ പിന്നെ ശിക്ഷിക്കേണ്ടേ? അതല്ല, ഇപ്പൊ ക്രിമിനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ബാക്കി ഒരു നിയമത്തിന്റെ കാര്യത്തിലും വിവാഹമോചനം ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് വിവാഹമോചനങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ടുപേരുടെ തീരുമാനിച്ചു, ഇതങ്ങനെയാണോ? അല്ലാതെയും സംഭവിക്കുന്നത് അല്ലാതെ സംഭവിക്കുന്നത് എപ്പോഴാണ്? മ്യൂച്വൽ ഡിവോഴ്സ് അല്ല. അല്ലാതെ സംഭവിക്കുന്നത് ഭാര്യ വേണമെങ്കിൽ വിവാഹമോചനം നേടാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോവാം. അതെങ്ങനെയാണ്? അവിടെ ഒരു കോടതിയുണ്ട്, ആയിക്കോട്ടെ, നിയമ നടപടിയുണ്ട്. ഇതങ്ങനെയല്ല. ഇത് 3 പ്രാവശ്യം ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാലും മതി. വേണ്ട, ആ മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു. പകരം എന്താണ്? ആ മുത്തലാഖ് എന്നുള്ളത് നിരോധിച്ചിട്ട് നിയമപരമായിട്ട് പോകണം. ശരീരത്തിലെ ഒരു ഭാഗം ഇതാ നിരോധിച്ചിരിക്കുന്നു. എന്തിനാ ക്രിമിനലൈസ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ സാമ്പ്രദായിക രീതിയിൽ അല്ലെങ്കിൽ മറ്റു മതക്കാർ ചെയ്യുന്നത് പോലെ നിയമപരമായ വഴിയിലൂടെയാണോ വിവാഹമോചനം നടന്നത്? അത് നടക്കണം, അതിലേക്ക് വരണം, അതിലേക്ക് വരണം. ഇത് ഞാൻ ചോദിക്കുന്നത്, ഒരു ശിക്ഷയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ശിക്ഷ ഉറപ്പാക്കുക. മറ്റു വിഭാഗങ്ങളിലെ വിവാഹമോചനങ്ങളുടെ എണ്ണം എടുത്തിട്ടുണ്ടോ? എണ്ണം എടുത്തിട്ടുണ്ടോ? മറ്റ് വിഭാഗങ്ങളിലേതുപോലെയല്ലോ മറ്റേതെങ്കിലും വിഭാഗത്തിൽ 3 തവണ പറഞ്ഞു ഞാൻ ഇപ്പോ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി പറയാതെ പോവാണ് ഭർത്താവ്, ക്രിമിനലൈസ് ചെയ്യൂ. ആ ഭാര്യ പരാതിപ്പെടുമല്ലോ, സ്വാഭാവികമായി പരാതിപ്പെടാമല്ലോ. ജീവനാംശത്തിന് വിവാഹമോചന നിയമപ്രകാരം വിവാഹമോചനം നേടാതെ അയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ അയാൾ ഉപേക്ഷിച്ച് പോവാണ്, ക്രിമിനലൈസ് ചെയ്യൂ. അത് ക്രിമിനലൈസ് ചെയ്യില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അത് മുത്തലാഖ് എന്നുള്ളത് ക്രിമിനലൈസ് ചെയ്ത് മാത്രമല്ല, ഇതിപ്പോൾ ഈ മുസ്ലിം സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി എന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത്? നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്ന 3 തവണ മൊഴി ചൊല്ലി ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോകുന്നത് അതിനെ ആരും ഇവിടെ അംഗീകരിക്കില്ല. അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് ആവശ്യമാണ്. സംബന്ധം കൂടാൻ പോയാലും കുഴപ്പമാണ്. എല്ലാം ലീഗലാകട്ടെ. ചെയ്യുമ്പോഴാണ് പ്രശ്നം. ശരിക്കും ഏകീകൃത സിവിൽ കോഡ് കൂടി വരണം. അത് പല രീതിയിലുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. നമുക്ക് അവിടേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടി, ഇന്നത്തെ വിഷയത്തിലേക്ക് കൂടി വരാം. അതിന് മുമ്പ് നമ്മുടെ ചോദ്യം ഇതായിരുന്നു: അതിര് വിട്ടോ പാക് പരാമർശം? ഉത്തരം യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.